അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന ജോലിയാണെങ്കിൽ അങ്ങ് പോട്ടെ മോനെ. നിന്റെയും കുടുംബത്തിന്റെയും കാര്യം ഒരല്ലലും ഇല്ലാതെ അച്ഛൻ നോക്കിക്കോളും. നീ ഇങ്ങനെ വിഷമിച്ച അച്ഛനത് വലിയ സങ്കടമായി പോവും. ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അധികം സന്ദർശകരെ അനുവദിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. വർഷ അവള് തൽക്കാലം വർഷ അവിടെ നിൽക്കേ നിവർത്തിയുള്ളൂ. സാവകാശം വന്ദന തന്നെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറയണം. ചെന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ഞാൻ ആഹാരം എടുത്തു വെക്കാം. ജഗൻ വന്ദനെ ഉപേക്ഷിക്കണം. അതുപോലെ ഹരിത മനോജിനെയും. ഇപ്പോ നിന്റെ കയ്യിലുള്ള ആയുധമുണ്ടല്ലോ, സ്നേഹം. ആ ആയുധത്തെ വിശ്വാസത്തിൽ രാഗിയെടുത്താൽ ഒരല്പം മൂർച്ച കൂടുതലാണിതിന്. തീരുമാനം എന്തായാലും അധികം വൈകാതെ എന്നെ അറിയിക്കണം. ആണോ? എന്നിട്ട് ഞാൻ വരണോന്ന് വിചാരിച്ചതാടി, അതിനിടയിലായിരുന്നു വീടിന്റെ തറക്കല്ലിടിയില്. ആ മിടിയോ? നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് ഓർക്കുമ്പോ തന്നെ ചിരി വരുന്നു. ചാണകക്കുഴിയിൽ വീണത് നിനക്ക് ഓർമ്മയുണ്ടോ? അവള് പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് തിരിഞ്ഞു നോക്കി നടന്ന് ചാണകക്കുഴിയിൽ വീണത് ഓർക്കുന്നുണ്ടോ നീ? അവളുടെ ഒരു ഫോൺ വിളി കുറച്ചു നേരം കൊണ്ട് ഞാൻ സഹിക്കുക. എറിഞ്ഞു പൊട്ടിക്കും ഞാൻ ഈ പുല്ലെല്ലാം കൂടി. പ്രകാശേട്ടാ, എന്താ പറ്റിയത്? ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സോറി. ഓഫീസിൽ ഓരോ പ്രശ്നങ്ങൾ ആലോചിച്ച് തലപെരുത്ത് നിന്നപ്പോഴാ നീ ഫോണുമായിട്ട് ഇങ്ങോട്ട് വന്നത്. വിട്ടേക്ക്. ഓഫീസിൽ എന്താ പ്രകാശേട്ട ഇത്രയ്ക്ക് വലിയ പ്രശ്നം? അതൊന്നും സാരമില്ല. എങ്കിലും എന്നോടൊന്ന് പറഞ്ഞൂടെ? സുത്രേ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. പ്രകാശേട്ട, എന്ത് പ്രശ്നമാണെങ്കിലും പ്രകാശേട്ടൻ വിഷമിക്കണ്ട. കൂടിപ്പോയാ ആ ജോലി ഇന്ന് പിരിച്ചുവിടും. അത്രയല്ലേ ഉള്ളൂ. ആ ജോലി പോയാ പോട്ടെ പ്രകാശേട്ടാ. വേണ്ടി വന്ന നമ്മൾ പട്ടിണി കിടക്കും. എന്നാലും പ്രകാശേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. പ്രകാശേട്ടൻ ആരുടെ മുന്നിലും തല കുനിക്കാനും പാടില്ല. വിഷമിക്കണ്ട. എന്നും പ്രകാശേട്ടനോടൊപ്പം ഞാനുണ്ടാവും.
എങ്ങനെയെങ്കിലും എല്ലാ വൃത്തികേടുകളും അവസാനിപ്പിച്ച് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അച്ഛന് വാക്കുകൊടുത്തതാ. പാവം സുമിത്ര, അവളെന്റെ മാറ്റം കണ്ട് സന്തോഷിച്ചിരിക്കുക. ആ കുറുപ്പ് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. ഒന്നുകിൽ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് തന്നെ യാത്ര പറയാ, അല്ലെങ്കിലേ കുറുപ്പിനനുസരിച്ച് കുറുപ്പിന്റെ വാലാട്ടിപ്പട്ടിയായിട്ട് ജീവിക്കണം. മോനെ, എന്താ ഇത്? നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? എല്ലാം ശരിയാവും. ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണോ നിനക്ക്? അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന ജോലിയാണെങ്കിൽ അങ്ങ് പോട്ടെ മോനെ. നിന്റെയും കുടുംബത്തിന്റെയും കാര്യം ഒരല്ലലും ഇല്ലാതെ അച്ഛൻ നോക്കിക്കോളും. നീ ഇങ്ങനെ വിഷമിച്ച അച്ഛനത് വലിയ സങ്കടമായി പോവും. ദേ, സുചിത്ര അവിടെ കാത്തിരിക്കുന്നു. വന്നു കിടക്ക്. ചെല്ല്. മാധവേട്ട, ഗുളിക. ഇനി ഈ ഗുളികയുടെയൊക്കെ ആവശ്യമുണ്ടോ ചന്ദ്രു? മക്കളും മരുമക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോ നെഞ്ചിന്റെ ഭാരവും അസ്വസ്ഥതകളും ഒക്കെ അങ്ങ് പോയി. ഇനിയിപ്പോ ഈ ഗുളികയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓഹോ, അങ്ങനെയാണോ? ഏതായാലും മാധവേട്ടൻ ഡോക്ടറാകാനൊന്നും നോക്കണ്ട. കഴിക്ക്. ഓ, വന്ദനമോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഉറങ്ങിക്കാണോ? വന്ദനെന്താ എത്തിയച്ചാ? മോള് വന്നോ?